ബെൽഫാസ്റ്റിലെ സ്റ്റോർമോണ്ട് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടന്ന ആവേശകരമായ രണ്ടാം T20 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് അവിശ്വസനീയമായ തോൽവിയാണ് നേരിടേണ്ടി വന്നത്. കേവലം ഒരു റണ്ണിന് അയർലൻഡ് ഇന്ത്യയെ തകർത്തുവിട്ടപ്പോൾ ക്രിക്കറ്റ് ലോകം ഒന്നടങ്കം ഞെട്ടിയിരിക്കുകയാണ്. ടോസ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ ആദ്യം ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഈ തീരുമാനത്തിന് പിന്നിൽ വലിയൊരു പ്ലാനിംഗ് തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ആദ്യം ബാറ്റ് ചെയ്ത അയർലൻഡ് തുടക്കം മുതൽ തന്നെ ആക്രമണോത്സുകമായ ബാറ്റിംഗാണ് പുറത്തെടുത്തത്. നിശ്ചിത 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 154 റൺസാണ് അവർ അടിച്ചെടുത്തത്. അയർലൻഡിനായി ഹാരി ടെക്ടർ അസാമാന്യമായ ഫോമിലായിരുന്നു. താരം 53 റൺസുമായി തിളങ്ങിയപ്പോൾ ബെൻ കാലിറ്റ്സ് 37 റൺസും നേടി മികച്ച പിന്തുണ നൽകി. ഇന്ത്യൻ നിരയിൽ പ്രിൻസ് യാദവ് 3 വിക്കറ്റുകൾ വീഴ്ത്തി മിന്നുന്ന പ്രകടനമാണ് നടത്തിയത്. അർഷ്ദീപ് സിംഗും ശിവം ദുബെയും ഓരോ വിക്കറ്റുകൾ വീതം വീഴ്ത്തി കളിയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ കിണഞ്ഞു പരിശ്രമിച്ചു. എന്നാൽ അയർലൻഡിന്റെ ബാറ്റിംഗ് നിര ഇന്ത്യൻ ബൌളർമാരുടെ പദ്ധതികളെ പലപ്പോഴും തകിടം മറിച്ചു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് തുടക്കം തന്നെ വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. മലയാളി താരം സഞ്ജു സാംസൺ നേരിട്ട ആദ്യ പന്തിൽ തന്നെ ഗോൾഡൻ ഡക്കിൽ പുറത്തായതോടെ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. വലിയ പ്രതീക്ഷകളുമായി ക്രീസിലെത്തിയ സഞ്ജു നേരിട്ട ആദ്യ പന്തിൽ തന്നെ കൂടാരം കയറിയത് ആരാധകർക്ക് അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. T20 ലോകകപ്പിന് ശേഷം സഞ്ജു വിരമിക്കണമായിരുന്നു എന്ന കടുത്ത അഭിപ്രായങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കേൾക്കുന്നത്. ചെന്നൈ ടീമിലെ നിർണായക താരമായ സഞ്ജുവിന് ഇനിയൊരിക്കലും പഴയ മാജിക് തിരികെ കൊണ്ടുവരാൻ കഴിയില്ലെന്നും ആരാധകർ വിശ്വസിക്കുന്നു. കിട്ടുന്ന അവസരങ്ങൾ മുതലാക്കുന്നതിൽ സഞ്ജു തുടർച്ചയായി പരാജയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ കരിയറിന് തന്നെ വലിയൊരു തിരിച്ചടിയാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സഞ്ജുവിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയരുന്നത്. ഇനിയൊരു തിരിച്ചുവരവ് സഞ്ജുവിന് സാധ്യമാകുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന വലിയ ചോദ്യം. ഓപ്പണർമാർ വേഗത്തിൽ പുറത്തായതോടെ ഇന്ത്യ സമ്മർദ്ദത്തിലായി. നിശ്ചിത ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 153 റൺസെടുക്കാൻ മാത്രമേ ഇന്ത്യക്ക് സാധിച്ചുള്ളൂ. തിലക് വർമ്മ അർദ്ധ സെഞ്ചുറിയുമായി പൊരുതിയെങ്കിലും വിജയത്തിലേക്കെത്തിക്കാൻ അത് മതിയാവാതെ പോയി. അവസാന ഓവറുകളിൽ ഇന്ത്യ വിജയത്തിന് വളരെ അടുത്തെത്തിയെങ്കിലും അയർലൻഡ് ബൌളർമാർ കൃത്യമായ ലൈനിലും ലെങ്തിലും പന്തെറിഞ്ഞു വിജയം സ്വന്തമാക്കുകയായിരുന്നു. അയർലൻഡിന്റെ മാത്യു ഹോളാർഡും ജയ് മുന്ദ്രയും 3 വിക്കറ്റുകൾ വീതം വീഴ്ത്തി ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ ശരിക്കും വരിഞ്ഞു മുറുക്കി. യുവതാരം വൈഭവ് സൂര്യവംശി അരങ്ങേറ്റം കുറിക്കുമെന്ന വലിയ പ്രതീക്ഷ ആരാധകർക്കിടയിൽ ഉണ്ടായിരുന്നെങ്കിലും ഇന്നത്തെ പ്ലേയിംഗ് 11-ൽ അദ്ദേഹത്തിന് അവസരം ലഭിച്ചില്ല. ഇത് പല ആരാധകരിലും നിരാശ പടർത്തിയിട്ടുണ്ട്. ആദ്യ T20 മത്സരത്തിൽ അയർലൻഡ് വിജയിച്ചിരുന്നതിനാൽ ഈ ജയത്തോടെ 2 മത്സരങ്ങളടങ്ങിയ പരമ്പര അവർ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഐറിഷ് ക്രിക്കറ്റിന്റെ വളർച്ച വിളിച്ചോതുന്നതായിരുന്നു ഈ പരമ്പര. ഇന്ത്യയെപ്പോലൊരു വമ്പൻ ടീമിനെ അവരുടെ മണ്ണിൽ വെച്ചോ അല്ലാതെയോ പരാജയപ്പെടുത്തുക എന്നത് വലിയൊരു കാര്യമാണ്. ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഈ തോൽവി വലിയൊരു പാഠമാണ്. പരീക്ഷണങ്ങൾക്കിടയിലും ടീമിന്റെ സ്ഥിരത നഷ്ടപ്പെടുന്നതായി കാണുന്നു. ഇനി വരുന്ന മത്സരങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ടീം സെലക്ഷനിലെ പാളിച്ചകളാണോ അതോ കളിക്കാരുടെ ഫോമില്ലായ്മയാണോ ഈ പരാജയത്തിന് കാരണം എന്നതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളാണ് നടക്കുന്നത്. ആരാധകർ തങ്ങളുടെ അതൃപ്തി സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ബെൽഫാസ്റ്റിലെ ഈ തോൽവി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊന്നും മറക്കാൻ കഴിയാത്ത ഒന്നായി മാറും. ടീം മാനേജ്മെന്റ് അടുത്ത പരമ്പരകൾക്ക് മുൻപായി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തോൽവികൾ എന്നും ഒരു പാഠമാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇന്ത്യൻ ടീമിന് സാധിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ യുവതാരങ്ങൾക്ക് അവസരം നൽകാൻ വൈകുന്നത് വരാനിരിക്കുന്ന വലിയ ടൂർണമെന്റുകളെ ബാധിക്കുമോ? ഈ തോൽവിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ക്രിക്കറ്റ് ലോകത്തെ പുതിയ വാർത്തകൾ വേഗത്തിൽ അറിയാൻ ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ആരാണെന്ന് താഴെ കമന്റ് ചെയ്യൂ. പുതിയൊരു ക്രിക്കറ്റ് വാർത്തയുമായി അടുത്ത വീഡിയോയിൽ കാണാം.